നേതൃത്വത്തെ അണികൾ തിരുത്തണം പ്രകാശനം ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. കേരള ചരിത്രത്തിൽ മുമ്പെങ്ങും കാണാത്ത വിധം ജനപങ്കാളിത്തത്തോടെയുള്ള പുസ്തക പ്രകാശന ചടങ്ങിന് പയ്യന്നൂർ ഗാന്ധി പാർക്ക് സാക്ഷ്യം വഹിച്ചു. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തക പ്രകാശന ചടങ്ങിനാണ് പയ്യന്നൂർ ഗാന്ധി പാർക്ക് നിറഞ്ഞു കവിഞ്ഞത്. പി പ്രസന്നൻ സ്വാഗതവും വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യു സാഹിത്യകാരൻ വി എസ് അനിൽകുമാറിന് നൽകിക്കൊണ്ട് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. സഖാവ് കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ഈ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തിന് മുന്നിൽ അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവലോകനങ്ങളോ വിവരണങ്ങൾക്കോ ഒക്കെ അപ്പുറത്ത് വളരെ കൃത്യമായി വസ്തുതകൾ, കണക്കുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പരിശോധിക്കേണ്ട ചുമതല പയ്യന്നൂരിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളത് വിമർശനാത്മകമായി, വസ്തുതാപരമായി പരിശോധിക്കുകയും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമേ ഞാൻ ആ കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ. കാരണം അത് വെറ്റ് ചെയ്യേണ്ട ചുമതല എൻ്റേതല്ല, അത് നിങ്ങളുടേതാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ പറയാനേ പാടില്ല, പറയാൻ മുതിർന്നത് തന്നെ അസംതവ്യമായ തെറ്റായി പോയി എന്ന് പറയുന്നത്, എന്ന് വാദിക്കുന്നത് ഭയചകിതരാണ്. ഒരാൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആ പറയുന്ന ആളിനെ ഭയന്നിട്ടല്ല, ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ ഭയന്നിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന നമ്മൾ അതറിയാൻ പാടില്ല, അത് മനസ്സിലാക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്നുള്ള ഭയമാണ് ആ പറച്ചിലിനെ തന്നെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പറഞ്ഞ കാര്യങ്ങളെക്കാൾ അധികം പറയാൻ ബാക്കി വെച്ചവയാണ് ഉള്ളത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരവും പുസ്തകം വായിച്ചാലും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. പറയാതിനി വയ്യ എന്ന ഒരു വിമ്മിഷ്ടം, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കരുതേ എന്നൊരു കരച്ചിൽ, അതൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. പക്ഷെ നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മളെ കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ശ്രീ വി കുഞ്ഞികൃഷ്ണൻ്റെ പാർട്ടിയെ അണികൾ തിരുത്തട്ടെ എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഈ വേളയിൽ അത് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ വലിയ അഭിമാനവും സന്തോഷവുമുണ്ട് എന്ന് ആദ്യമേ പറയട്ടെ. ഈ പുസ്തകം വായിച്ചപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ടോൺ, അതൊരു ആന്തരികമായ വികാരം എന്ന് പറയുന്നത് ഒരു ആക്രോശമല്ല, എതിർശക്തിയോട് തൻ്റെ എതിർപ്പുകൾ മുഴുവൻ പറഞ്ഞ് ആക്രോശിക്കുന്ന രീതിയല്ല. നീണ്ട 5 വർഷക്കാലം പാർട്ടിക്കകത്ത്
നടത്തിയ പോരാട്ടങ്ങൾ കൊണ്ട് ഫലമുണ്ടായില്ല എന്ന സാഹചര്യത്തിലാണ് പുറത്തു പറയാൻ, പാർട്ടി ചട്ടക്കൂടിന് പുറത്തു പറയാൻ നിർബന്ധിക്കപ്പെട്ടത് എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. നിങ്ങളുടെ വീട്, ഓഫീസ് എന്നിവ വ്യത്യസ്തവും ആകർഷകവുമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് മനോഹരമായ ഇന്റീരിയർ ചെയ്യാം AV അസോസിയേറ്റ്സിനൊപ്പം. വീട്, ഓഫീസ്, ഷോപ്പ്, റെസ്റ്റോറന്റ് എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ, വീടുകൾക്ക് ജിപ്സം സീലിംഗ്, ലിവിംഗ് ഏരിയ, ബെഡ്റൂം ഫർണിഷിംഗ് എന്നിവ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനുകളിൽ ഞങ്ങൾ ചെയ്തു നൽകുന്നു. കൂടാതെ നിങ്ങളുടെ അടുക്കളകൾ മനോഹരമാക്കാൻ മോഡുലാർ കിച്ചണുകളും ഞങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ്, AV അസോസിയേറ്റ്സ് മോഡുലാർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സ്പെഷ്യലിസ്റ്റ്, ആണ്ടാങ്കോവൽ, കുഞ്ഞിമംഗലം. കോൺടാക്ട് 9961 339846, 8590 339846.